2 ദിവസം മുൻപ് എയർ ഏഷ്യയുടെ വിമാനത്തിൽ ഇത്തരത്തിൽ ഒരു പാമ്പിനെ കണ്ടെത്തിയിരുന്നു. ഓവർ ഹെഡ് ക്യാബിന് മുകളിൽ ചെറിയൊരു പാമ്പ് ഇഴയുന്നത് യാത്രക്കാരിൽ ഒരാൾ തന്നെയാണ് കണ്ടത്. നമുക്ക് ആദ്യ ദൃശ്യങ്ങളൊന്ന് കാണാം. കാർത്തിക മഠത്തിലുണ്ട് നമുക്കിപ്പം. കാർത്തിക, നമ്മുടെ ഈ സാധാരണ നമ്മൾ നിൽക്കുന്നതിൽ നിന്നും ഒരു 10-100 മീറ്റർ അകലെ കൂടി തന്നെ ഒരു പാമ്പ് ഇഴഞ്ഞു പോയാൽ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ തലയ്ക്ക് മുകളിൽ, അതും വിമാനത്തിലൊക്കെ ഒരു പാമ്പിനെ കാണുക നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ തലയ്ക്ക് മുകളിൽ കൂടെ ഒരു പാമ്പ് ഇഴഞ്ഞു പോവുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഇത് താഴെ വീഴാം, മേത്ത് വീഴുമെന്നൊരു പേടി, ഇത് നിലത്ത് പോവുകയാണെങ്കിൽ ആരുടെ മേത്ത് കയറും എന്നുള്ളൊരു പേടി. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് അവിടെ. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എങ്ങനെയാണ് ഈ പാമ്പിനെ കൂട്ടിലാക്കിയത്? സേതു, എയർ ഏഷ്യ തായ്ലൻഡ് ഫ്ലൈറ്റിലാണ് ഈ ഒരു സംഭവം നടന്നത്. അതായത് ബാങ്കോങ്ങിൽ നിന്ന് ഫുക്കറ്റിലേക്ക് പോകാനിരുന്ന എയർ ഏഷ്യ തായ്ലൻഡ് ഫ്ലൈറ്റിലാണ് ഈ ഒരു സംഭവം നടന്നത്. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ആളുകൾ, പാസഞ്ചേഴ്സ് എല്ലാവരും കയറി അവർ ബാഗേജ് വെക്കാൻ വേണ്ടി ആ ഡെക്ക് മുകളിലുണ്ടാവില്ല, ഒരു ഓവർ ഹെഡ് ക്യാബിൻ, അത് തുറന്ന സമയത്താണ് ഒരു പാമ്പ് ഇങ്ങനെ എഴഞ്ഞു പോകുന്നതായിട്ട് പാസഞ്ചേഴ്സിൽ ഒരാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പെട്ടെന്ന് തന്നെ ക്യാബിൻ ക്രൂ വരുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ക്യാബിൻ ക്രൂ വരുന്നു. ആദ്യം ഒരു വാട്ടർ ബോട്ടിൽ വെച്ചിട്ടാണ് ആ പാമ്പിനെ കുടുക്കിലാക്കാൻ ഇവർ ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഈ വാട്ടർ ബോട്ടിലൂടെ പാമ്പിനെ ആകർഷിച്ച് കുപ്പിയിലാക്കി എന്നിട്ട് ക്യാപ്പ് ഇട്ടിട്ട് കൊണ്ടുപോകുന്ന ഒരു ടെക്നിക്ക്. അതേപോലെ അവർ ട്രൈ ചെയ്യുന്നു, പക്ഷേ നടന്നില്ല. രണ്ടാമത് ഒരു കവർ, ഒരു പ്ലാസ്റ്റിക് കവർ, ഒരു കൂട് എടുത്തിട്ട് വരുന്നു. അതിലേക്കും ആ പാമ്പിനെ കുപ്പി കൊണ്ട് ഇങ്ങനെ താഴെ ഇട്ടിട്ടാണ് കവറിലേക്ക് ആക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പെട്ടെന്നെങ്ങാനും ആ പാമ്പ് താഴോട്ട് വീണിരുന്നെങ്കിൽ ആ പാസഞ്ചേഴ്സിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇപ്പോൾ നേരത്തെ സേതു ഇൻട്രോ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞു, നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് പാനിക്കാവും. തൊട്ടടുത്ത് തന്നെ ഒരു പാമ്പ് എഴഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ വല്ലാതെ പരിഭ്രാന്തരാകും, നമുക്ക് പേടിയാവും. ഇത് തൊട്ട് തലയ്ക്ക് മുകളിലാണ് ഒരു പാമ്പ് എഴഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ പാമ്പ് ഏതാണ് എന്നുള്ളത് വ്യക്തമല്ല. ഇതിൻ്റെ അധികൃതർ, അതായത് കോർപ്പറേറ്റ് സെക്യൂരിറ്റി ഹെഡ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്. ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് കോർപ്പറേറ്റ് ഹെഡ് പറഞ്ഞത്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിനെ നേരിടാൻ ഞങ്ങളുടെ ടീം സജ്ജമാണെന്നും അദ്ദേഹം പറയുന്നു. എന്തെന്നാൽ പോലും പക്ഷേ ഇത് വളരെ സെക്യൂരിറ്റിക്ക് വളരെയധികം പ്രശ്നമുള്ളൊരു കാര്യമാണ്. കാരണം ആകാശത്തു കൂടെ പോകുന്ന ഒരു സാധനമാണ്. പെട്ടെന്നൊരു പാമ്പിനെ കണ്ടാൽ, ഒന്ന് അറ്റാക്ക് ചെയ്താൽ, കടിയേറ്റാൽ എന്താ ചെയ്യാൻ പറ്റുക? ഇതിനു മുമ്പ് എയർ ഏഷ്യ ഫ്ലൈറ്റിൽ തന്നെ ഇതിനു മുമ്പ് ഇതേപോലൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊരു പെരുമ്പാമ്പായിരുന്നു. കോലാലംപൂർ നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. പക്ഷേ അത് തൊട്ടടുത്തുള്ളൊരു എയർപോർട്ടിലേക്ക് ഇറക്കി പിന്നീടാണ് അഗൈൻ ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കിടയിലുണ്ട്. അല്ലെങ്കിൽ പാമ്പ്, അതുപോലെ ബാക്കിയുള്ള റെപ്റ്റൈൽസ് ഒക്കെ എവിടെ വേണമെങ്കിലും കടന്നു കൂടാം എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കണം. ഫ്ലൈറ്റ് ആവാം, ബസ്സാവാം, വീടാവാം, തൊട്ടടുത്തുള്ള എവിടെ വേണമെങ്കിലും ആവാം. ഒന്ന് ശ്രദ്ധിക്കുന്നത് നമുക്കും യാത്രക്കാർക്കും ബാക്കി എല്ലാവരും. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏത് വാഹനത്തിൽ പോകുന്നു എന്നുള്ളതല്ല, എവിടെ നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ 2 വട്ടം ഒന്ന് ശ്രദ്ധിക്കുക, ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുക.